പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം കഥനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിലലയടിയാൻ ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളം, വായോ പോകാം പാടാം മേളം. നന്മയുടെ സമ്മാനം, നന്മയുടെ സ്വരമായി ഉയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാം വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. Voice of Goodness Season 3. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. പോളച്ച, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. മനോജേട്ടാ, സ്വാഗതം. സിസ്ലി, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഇന്നത്തെ എപ്പിസോഡിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മുടെ ജഡ്ജസിനെ കൂടാതെ തന്നെ നമ്മുടെ എപ്പിസോഡിൽ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഡിവൈൻ റിട്രീറ്റ് സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ കുര്യാക്കോസ് ഓണാട്ട് അച്ഛനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഓർക്കസ്ട്ര എല്ലാവരും റെഡിയാണ്. നമ്മുടെ കുട്ടികളെയും അവരുടെ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓർക്കസ്ട്ര വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോ ഇന്നത്തെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് അന്ന ലോറൻസ് വരൂ. അന്നക്കുട്ടി, സുഖാണോ? അന്നക്കുട്ടിയാണ് ഞങ്ങളുടെ ഇവിടെ ഉള്ള കണ്ടസ്റ്റൻസിലെ ഏറ്റവും ദൂരെ നിന്ന് വരുന്ന ആള് അല്ലേ? അവിടെ എങ്ങനെയുണ്ട്? സുഖായിട്ടിരിക്കുന്നു. ഇപ്പം അവിടെ വോറിന്റെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ അതൊന്നും ഇപ്പൊ ഇല്ലല്ലോ? ഇപ്പൊ ഇല്ല. നിങ്ങളുടെ ഏരിയയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, അത്ര ഉണ്ടായില്ല. ദൂരഭാഗങ്ങളിലുണ്ടായി. മോളുടെ ഏരിയ ഒക്കെ സേഫ് ആയിരുന്നു? കുഴപ്പമില്ലാണ്ട് സേഫ് ആയിരുന്നു. കേക്കായിരുന്നു, ശബ്ദം കേക്കായിരുന്നു, പക്ഷെ കുഴപ്പങ്ങളുണ്ടായില്ല ദൈവനുഗ്രഹിച്ച്. ആണല്ലേ? പക്ഷെ പേടിച്ചോ? പേടിക്കുന്നവണ്ണം അത്രയ്ക്കും ഇമ്പാക്ട് ഉണ്ടായിരുന്നോ സൗണ്ട് ഒക്കെ? ചിലതൊക്കെ നല്ല ശബ്ദത്തിലായിരുന്നു. ആണോ? ഓക്കെ, എന്തായാലും ദൈവം എല്ലാവരെയും കാത്തു, ഒന്നും പറ്റിയില്ലല്ലോ, എല്ലാം സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ മോൾ എന്നെത്തി? നാട്ടിൽ എന്നെത്തി? ഞാൻ ഫ്യൂ ഡേയ്സ് ബാക്ക് ഒക്കെ. ഓക്കെ, അപ്പോ മോൾ അവിടെ ഇരിക്കുമ്പോ അറിയാലോ ഇങ്ങോട്ട് പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു, മോള് ടി വിയിൽ നമ്മുടെ ഷോസ് കാണുന്നു. അപ്പൊ എപ്പോഴെങ്കിലും മോള് വിചാരിച്ചോ, പേടിച്ചോ, അയ്യോ ഞാൻ ഇനി എങ്ങനെ ട്രാവൽ ചെയ്യും, എനിക്കിനി ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല? കാരണം വളരെ നല്ല പാട്ടുകളും പാടി ഒരുപാട് നല്ല മാർക്കുകളും വാങ്ങിയിട്ടാണ് അന്ന പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പേടി ഉണ്ടായോ? ഉണ്ടായി. ടിക്കറ്റ് ക്യാൻസൽ ആയപ്പോ ഇനി വരാൻ പറ്റില്ലെന്ന് ആലോചിച്ചു. ഓ, പക്ഷെ പിന്നീട് അല്പം വൈകിട്ടാണെങ്കിലും ഇങ്ങോട്ട് എത്താൻ പറ്റി അല്ലേ? അപ്പൊ നമ്മുടെ റൗണ്ട് തീരുന്നതിന് മുമ്പേ തന്നെ അന്നയ്ക്ക് ഇവിടെ എത്തി മത്സരിക്കാനായിട്ടും പറ്റിയിരിക്കുകയാണ്. നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും അന്നയുടെ പ്ലേസ് ഒന്നും കൂടെ ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തിയേക്കാം അല്ലേ? ഖത്തറിൽ നിന്നാണ് അന്ന ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഖത്തറിലെ വിശേഷങ്ങളൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ അന്നക്കുട്ടി ഇന്ന് റെഡി ആയിരിക്കുന്നത് ലെൻഡൻ കാറ്റഗറിയിലുള്ള പാട്ടുമായിട്ടാണ്. പാട്ടിന്റെ സെലക്ഷൻ ഒക്കെ ആരാ ചെയ്തത്? ഇത് ഞാൻ കൊറേ തപ്പി കണ്ടുപിടിച്ചതാ. എനിക്ക് ഇഷ്ടമായി പാട്ട്. ഓ, അന്നയുടെ തന്നെ സെലക്ഷൻ ആണ്. അപ്പൊ ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇപ്പൊ നമ്മുടെ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് നന്നായിട്ട് പാടാൻ പറ്റട്ടെ കേട്ടോ. ശരി, താങ്ക് യു മാം.
മരക്കുരിശേ തിരുക്കുരിശേ കാൽവരി മലയിലെ പൊൻകുരിശേ സഹനങ്ങളേറുമ്പോൾ ഞാനും ഈ കുരിശോട് ചേർന്നിരിക്കാൻ എത്ര കൊതിച്ചുവെന്നോ ക്രൂശിത രൂപത്തിൻ മുന്നിലായി ഞാനും നൊമ്പരമോരോന്നായി സമർപ്പിച്ചപ്പോൾ കാരിരുമ്പാണികൾ തീർത്തോരാ തിരുമുറിവിൽ നിന്നൊഴുകിയിടും തിരുനിണമേ രക്ഷയായി തീരുവാൻ കൃപയേകണേ മരക്കുരിശേ തിരുക്കുരിശേ കാൽവരി മലയിലെ പൊൻകുരിശേ മരക്കുരിശേ തിരുക്കുരിശേ കാൽവരി മലയിലെ പൊൻകുരിശേ ഈ ലോക ജീവിതം കുരിശുമായി ഞാനും നിൻ കരസ്പർശനം തേടിടുമ്പോൾ പതറാതെ പാദങ്ങൾ ക്രൂശിന്റെ പാതയിൽ തിരുക്കരത്താൽ നീ ചേർത്തു വച്ചു പാപിയായി തീർന്ന എൻ ജീവിതത്തിൽ യേശു രക്ഷതൻ കുരിശിനാൽ വീണ്ടെടുത്തു നന്ദിയാൽ ഞാനും സ്തുതിച്ചിടുന്നു മരക്കുരിശേ തിരുക്കുരിശേ കാൽവരി മലയിലെ പൊൻകുരിശേ മരക്കുരിശേ തിരുക്കുരിശേ കാൽവരി മലയിലെ പൊൻകുരിശേ മനമിടറുമ്പോൾ സ്വരമിടറുമ്പോൾ മിഴി നിറയുമ്പോൾ കരളൊരുകുമ്പോൾ ആശ്രയമാകുന്ന തിരുക്കുരിശേ രക്ഷയായി വന്നിടണേ മരക്കുരിശേ തിരുക്കുരിശേ കാൽവരി മലയിലെ പൊൻകുരിശേ കുട്ടി യെസ് മാം നന്നായിട്ട് പാടിയോ വന്നിട്ട്
കുഴപ്പമില്ലായിരുന്നു. തന്നെ താനെ പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് വന്നു അല്ലേ? മാഡത്തിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് സന്തോഷായി മോള് പാടിയപ്പം. ഇത്തവണയും നിങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമാണോ വന്നിരിക്കുന്നത്? അതെ, മാത്രമാണ്. പപ്പയ്ക്ക് ലീവ് കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ദിവസത്തേക്കായിട്ട് ഇതിനു വേണ്ടി മാത്രം വന്നതാണോ? പിന്നെ മോന്റെ കോൺവക്കേഷനും ഉണ്ടായിരുന്നു. രണ്ടും കൂടെ ചേർത്ത് വന്നിരിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് മോളുടെ പാട്ടിനെ കുറിച്ച് നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ചോദിക്കാം. പോളിച്ചാ എന്നെ വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു അച്ഛാ. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ കണ്ടിരുന്നു അല്ലേ? എന്നെ അമ്മേനെയും കണ്ടിരുന്നു അവിടെ വെച്ച് പള്ളിയില്. നന്നായിട്ട് പാടി. നല്ല പ്രൊഫഷണൽ വോയിസ് ആണ് അന്നയുടെ. താങ്ക് യു അച്ഛാ. നല്ല സ്വീറ്റ്, വളരെ സൂത്തിങ് ആയിട്ടുള്ള വോയിസ്. പിന്നെ ആ പാട്ടിൽ നല്ലൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു. ഈ പാട്ടിനൊരു കുറച്ചൊരു ഇമോഷൻ ഉണ്ടല്ലോ, കുരിശും വേദനയൊക്കെ പറയുമ്പോൾ അത് നന്നായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. നല്ല വോയിസ് കൺട്രോൾ ഉള്ള പോലെ അങ്ങ് ഫീൽ ചെയ്യും നമുക്ക്. ചില സ്ഥലത്തൊക്കെ ഹൈ പിച്ചിലേക്കൊക്കെ പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് ഡൈനാമിക്സ് കൈകാര്യം ചെയ്യുന്ന വളരെ നന്നായിട്ട് തോന്നി. നല്ല ഇൻവോൾവ്മെന്റ് പാട്ടിലുണ്ടായി. പാട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? പാട്ട് പഠിക്കുന്നുണ്ട്. എത്ര കാലമായിട്ട്? ഒരു 4 to 5 years ആയി പഠിക്കുന്നു. അവിടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ സമയം കിട്ടുമോ? സമയം കിട്ടാറുണ്ട്. കിട്ടുന്നുണ്ട്. അവിടെ പള്ളി കൊയറിലുണ്ട്. ഉണ്ട്. അവിടുത്തെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട് അച്ഛാ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നന്നായി പാടി. ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. മനോജ് ചേട്ടാ. അന്നക്കുട്ടി യെസ് സർ. ഇങ്ങനെ തിളങ്ങി നിൽക്കാണല്ലോ. കാല് തൊട്ട് പിന്നെ ഉടുപ്പുകളൊക്കെ തലയിലൊക്കെ നല്ല തിളക്കം. അതുപോലെ തന്നെ ഒരു തിളക്കം മാറുന്നൊരു പെർഫോമൻസ് ആണ് മോള് സമ്മാനിച്ചത്. കൺഗ്രാറ്റുലേഷൻസ്. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. നല്ല വോയിസ്, നല്ലൊരു പ്രൊഫഷണൽ വോയിസ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ സിംഗിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലത്തെ നല്ല ക്ലാരിറ്റി ഒക്കെ വളരെ ഭംഗിയായിട്ട് വന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? നന്നായി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അമ്മ പാടോ? ഇല്ല, പപ്പ പാടും. ആണോ? ശരി, ഓക്കെ. അപ്പൊ പപ്പ കറക്റ്റ് ചെയ്യും. ശരി. എന്താ വേണ്ട പിന്നെ കറക്റ്റ് ചെയ്യാൻ? മോള് പാടുന്നത് കേൾക്കുമ്പോ ഇവളെ മാത്രം അങ്ങനെ കേട്ട് ശീലമായതുകൊണ്ട് ചെറുതായിട്ട്. ഓക്കെ, ഓക്കെ. വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടാവും? ഇല്ല, പപ്പ പാടും, വേറെ ആരും പാടില്ല, ഞാൻ മാത്രമേ പാടുള്ളൂ. ഓക്കെ. ബ്രദർ, സിസ്റ്റർ? ചേട്ടനുണ്ട്, ചേട്ടൻ പാടില്ല. ആണോ? പക്ഷെ പാടേണ്ടതാണല്ലോ. ഈ പാട്ടൊക്കെ വെച്ച് നോക്കുമ്പോ ബ്രദറും ഒന്ന് പാടിച്ചു നോക്കൂട്ടോ, ചിലപ്പോ നന്നായി പാടിയേക്കും. മോളെ ഈ പാട്ടുണ്ടല്ലോ, എനിക്കൊരു കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നത്. അതായത് പണ്ട് കാലത്തൊക്കെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഇതുപോലെ തന്നെ ചേർന്നിരുന്ന് ലൈവായിട്ടായിരുന്നു റെക്കോർഡ് ചെയ്യണ്ടായിരുന്നത്. അപ്പം ഇൻസ്ട്രുമെന്റ്സ് ഒരാൾ വായിക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എടുക്കണം, പാട്ട് തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എടുക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഓൾമോസ്റ്റ് ആ ഒരു സിമിലർ ആ ഒരു എന്താ പറയുക ക്വാളിറ്റി മോളുടെ റെൻഡേഷൻ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. ദാസേട്ടനൊക്കെ അല്ലെങ്കിൽ ചിത്ര ചേച്ചി ഇങ്ങനെ പഴയ കാലഘട്ടത്തൊക്കെ അങ്ങനെയാണ് പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ബിഗ് എന്താ പറയുക ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ദ ഓർക്കസ്ട്ര ടീം. കാരണം അവർക്ക് എത്ര ലൈവായിട്ടാണ് എല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മോള് വളരെ ഭംഗിയായിട്ട് ലൈവായിട്ട് എന്നാ എക്സ്പ്രഷൻ ആയിരുന്നു. വാവ്, അമേസിംഗ്. വെൽ ഡീറ്റെയിൽ സിംഗിങ് ആണ്. ചില പ്ലാൻസ് ഒക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ഒഴുകി ഇങ്ങനെ വരുന്ന പോലെയാണ്. അത്ര മനോഹരമായിട്ട് വന്നു. പിന്നെ പ്രത്യേകിച്ച് അധികം ഒന്നും പറയാനില്ല. എന്തായാലും വളരെ ഭംഗിയായിട്ട് പാടി. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. സിസ്ലി. അന്നക്കുട്ടി. യെസ് മാം. ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ എ വെരി ടാലന്റഡ് സിംഗർ കേട്ടോ. താങ്ക് യു. കാരണം മോളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓൺ സ്റ്റേജില്ലേ, അത് കറക്റ്റ് ഒരു ആറ്റിറ്റ്യൂഡാണ്. ബിക്കോസ് ചിലപ്പോൾ ഇതൊരു തിൻ ലൈനാണ്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ചും കൂടെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു അഹങ്കാരം എന്നുള്ള രീതിയിലുള്ളൊരു ഇഫക്റ്റ് ആയിരിക്കും നമുക്ക് തരിക. തീരെ കുറഞ്ഞിരുന്നാൽ നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം വളരെ കുറവായിട്ടും ഫീൽ ചെയ്യും. അപ്പം ഇതിൻ്റെ കറക്റ്റ് ഒരു ബാലൻസിലാണ് നമ്മളെപ്പോഴും അത് പിടിക്കേണ്ടത്. അപ്പം മോളുടെ ആ ഒരു ഓൺ സ്റ്റേജ് ആ ഒരു വളരെ ചിയർഫുള്ളായിട്ട്, എന്നാൽ ഈ പാട്ടിന് കൊടുക്കേണ്ട ഇമോഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തോണ്ട് റൈറ്റ് ആറ്റിറ്റ്യൂഡിലാണ് മോള് സ്റ്റേജിൽ നിൽക്കുന്നത്. വെരി പ്ലെസന്റ്, വെരി കോൺഫിഡൻറ്റ് ഓൾസോ.
സോ അതെനിക്ക് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയാണ് കേട്ടോ. താങ്ക് യു മാം. പിന്നെ ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഈ ഒരു സോങ് ലെൻറ്റൻ സോങ്സിന്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഇമോഷനാണ് അല്ലേ. ഇത് പാടിയിരിക്കുന്ന ജയചന്ദ്രൻ സാറ്, ജയേട്ടൻ ഭാവഗായകൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു ഭാവം കൊടുത്തുകൊണ്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇമോഷൻ അതാണ് നമുക്കിതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടി മോള് പാടിയപ്പം കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് ഉള്ളിൽ നിന്ന് അറിയാതെ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് മൂന്ന് കാര്യമാണ് ഈ പാട്ടിൽ ഉടനീളം തോന്നിയത്. മോളുടെ കറക്ഷൻ, ചെറിയൊരു കറക്ഷൻ തോന്നിയത്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ചില സ്ഥലങ്ങൾ പാടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ലിപ്പിന്റെ ശബ്ദം കുറച്ചധികം നമ്മൾ ഈ ഹെഡ്ഫോൺസും കൂടെ വെക്കുന്നതുകൊണ്ട് അത് റെക്കോർഡിങ്ങിന്, ഇപ്പം ലൈവ് സ്റ്റേജിൽ അത് നമ്മൾക്ക് അത് കേൾക്കത്തില്ല, പക്ഷേ റെക്കോർഡിങ്ങിന് വരുമ്പോൾ മോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ചില സ്ഥലത്ത് ലിപ്പ് ത്രോട്ട് ഡ്രൈ ആവുന്ന പോലെ വല്ലതും തോന്നുന്നുണ്ട് ഇടയ്ക്ക് ഈ അനുപല്ലവി? ചെറുതായിട്ടൊന്ന് ത്രോട്ട് ഡ്രൈ ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ശബ്ദങ്ങളില്ല, അത് ലിപ്പ് നന്നായിട്ട് നമുക്കിവിടെ കേൾക്കുന്നു. അപ്പൊ മോൾ എപ്പോഴും ലിപ്പ് നനച്ച് വെക്കാനായിട്ട് ഓർക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ഒന്ന് സെറ്റായിട്ട് പാടാനായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇനിയും പാടാൻ കഴിയട്ടെ. യു വെരി ടാലന്റഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു മോളെ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടിയുണ്ട്. നമുക്ക് ഫാദറിന്റെ അടുത്തും കൂടെ ചോദിക്കാം. അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പാട്ട്? അന്നക്കുട്ടി യെസ് അച്ഛാ. വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സോ മച്ച് ഞാൻ അച്ഛാ. പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ വളരെ ഒരു ഫീലോട് കൂടിയാണ് മോള് പാടിയത്. താങ്ക് യു അച്ഛാ. മരക്കുരിശ്, തിരുക്കുരിശ്, ആദ്യം മുതൽ അവസാനം വരെ ലയിച്ചിരുന്ന് അത് ആസ്വദിക്കാനായിട്ട് പറ്റി. ആസ്വദിക്കുക എന്നല്ല, അതിനേക്കാൾ അപ്പുറമായി മെഡിറ്റേറ്റ് ചെയ്തു പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു. ഓരോ വരികളും പാടി മോള് പാടുന്ന സമയത്ത് തന്നെ അതിലൂടെ നമുക്കും യാത്ര ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. വളരെ മനോഹരമായിട്ട് പാടി. നല്ല സെലക്ഷനാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. നല്ല സെലക്ഷനാണ്. മോൾക്കത് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ലയിച്ചു നിന്ന് പാടുവാനായിട്ട് സാധിച്ചു. താങ്ക് യു അച്ഛാ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫാദർ. താങ്ക് യു. അപ്പോൾ അന്നക്കുട്ടി തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന പാട്ട്, ലെൻറ്റൻ കാറ്റഗറിയിലുള്ള പാട്ടിന്റെ മാർക്ക് നോക്കാം. സിസ്ലി, അന്നയുടെ സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് പെർഫോമൻസ് ആണല്ലേ? അപ്പൊ നമ്മൾ മാക്സിമം പിടിച്ചിട്ടാണ് 9 മാർക്സ് തരുന്നത്. താങ്ക് യു മാം. മനോജേട്ടാ. അന്നക്കുട്ടി യെസ് 9 മാർക്സ്. താങ്ക് യു സർ. കോളിച്ച എനിക്ക് 9 മാർക്സ്. താങ്ക് യു അച്ഛാ. ഓക്കെ, അപ്പം ഖത്തറിൽ നിന്നും എത്തിക്കഴിഞ്ഞപ്പോ രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ പാട്ടിന് 27 മാർക്സ് വാങ്ങിയിരിക്കുകയാണ്. സന്തോഷായോ അമ്മയ്ക്ക്? സന്തോഷമായി. മോൾക്ക് സന്തോഷായോ? സന്തോഷം. അപ്പൊ ഇനിയും ഈ റൗണ്ടിലെ 2 പാട്ടും കൂടി ഉണ്ട്. അതിൽ ഇതിനെക്കാട്ടിലും മാർക്ക് വാങ്ങണം കേട്ടോ. അപ്പൊ പെട്ടെന്ന് പോയി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോളൂ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3-യിൽ ഇനി മത്സരിക്കാനായിട്ട് നമുക്ക് ക്ഷണിക്കാം ഇവാൻ മാർട്ടിൻ. വരൂ ഇവാൻ. ഇവാൻ, ഇന്ന് എന്താണ് മുണ്ടൊക്കെ എടുത്ത് വന്നിരിക്കുന്നത്? സെമി ക്ലാസിക്കൽ പാട്ടാണോ പാടാൻ പോകുന്നത്? അതെ. ആണോ? Yes. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നമ്മുടെ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു മത്സരമുണ്ട്. അവിടെ എത്തണം, മത്സരിക്കണം എന്നൊക്കെ അറിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഈ പ്രാവശ്യം കുറച്ചുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ആണോ? പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു എന്ന് പറയണമെങ്കിൽ അപ്പൊ എത്ര നാൾ മോൻ ഈ പാട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും? ഈ സെക്കൻഡ് റൗണ്ടിലോട്ട് കയറി എന്ന് പറയുന്ന അപ്പൊ തൊട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 2-3 മാസം ആ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പാട്ട് പഠിപ്പിച്ചു തരാനായിട്ട് വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ? എന്നെ സംഗീതം പഠിപ്പിക്കുന്ന മാഷ് എന്നെ പഠിപ്പിച്ചായിരുന്നു. പിന്നെ ഞാൻ തന്നെയും പഠിച്ചു. പിന്നെ അമ്മ എനിക്ക് കറക്റ്റ് ചെയ്തൊക്കെ തന്നു. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് ഇവാന്. അപ്പൊ അങ്ങനെ ഫുൾ സെറ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന സെമി ക്ലാസിക്കൽ റൗണ്ടിലെ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മാനസ മഹദേ ശരണം യേശുദേവനേ വന്ദനം महिदे मानस महदे शरणं येशुदेवने वन्दनं नित्यसत्यमिन् जीवसारमे ईश्वर जगदीश्वरा नित्यसत्यमिन् जीवसारमे ईश्वर जगदीश्वरा महिदे मानस महदे शरणं येशुदेवने वन्दनम् भजसे महसे येशुदेवने वन्दनं सत्यसुन्दर भजसे महसे येशुदेवने वन्दनं सन्निधं मृदुकान्ति चिन्तितुं यन् शान्ति ईश्वर जगदीश्वरा सन्निधं मृदुकान्ति चिन्तितुं यन् शान्ति ईश्वर जगदीश्वरा गम पनि सा सा नि स गम ग स नि पनि स नि नि प स नि प म ग म ग स नि द ग स म ग प म नि प म ग नि स ग म ग प म नि प स नि प म ग म प नि स द म ग स नि म प नि स नि प म ग स ग स ग म स ग म प स ग म प नि स ग म प नि स नि स ग म प नि महिदे मानस महदे शरणं येशुदेवने वन्दनम् മാനസരായി ഉൾനിവർ ഞങ്ങൾ തേടിടുന്നു തവ പാദാംബുജം ധീരമാനസരായി ഉൾനിവർ ഞങ്ങൾ തേടിടുന്നു തവ പാദാംബുജം സ്നേഹസാരമേ ത്യാഗസൂരമേ യേശുദേവനെ വന്ദനം സ്നേഹസാരമേ ത്യാഗസൂനമേ യേശുദേവനെ വന്ദനം ഗമ പനി സാസ നിസ ഗമ ഗസനി പനി സനീനി പസനി പമ ഗമ ഗസനി തഗ സമ ഗപ മനി പമ ഗനി സ ഗമ ഗപ മനി പസനി പമ ഗമ പനി സദമ ഗ സ നി മ പനി സനി പ മ ഗ സ ഗ സ ഗ മ സ ഗ മ പ സ ഗ മ പനി സ ഗ മ പനി സ നി സ ഗ മ പനി महिदे मानस महदे शरणं येशुदेवने वन्दनं नित्यसत्यमिन् जीवसारमे ईश्वर जगदीश्वरा नित्यसत्यमिन्
ജീവസാരമേ ഈശ്വര ജഗദീശ്വര മഹിതേ മാനസ മഹദേ ശരണം യേശുദേവനേ വന്ദനം 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 വന്ദനം. ഇവാൻ, എന്തോ എങ്ങനെയുണ്ട് പാടി കഴിഞ്ഞിട്ട്? ഇപ്പൊ എന്താ തോന്നുന്നത്? നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നു. പ്രാക്ടീസ് ചെയ്തതിനെക്കാട്ടിൽ നന്നായിട്ട് പാടാൻ പറ്റിയോ മോന്? എങ്ങനെയുണ്ടായിരുന്നു? നന്നായി പാടി. ആണോ? വീട്ടിലെങ്ങനെയാ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യോ? പറയണം അങ്ങനെ, അല്ലാതെ സ്വയം ഒന്നും ചെയ്യില്ല ചിലപ്പോഴൊക്കെ. ആണോ? ഇവാൻ, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ? കുറച്ച് മടിയുണ്ടോ? മടി ഇച്ചിരി ഉണ്ട്, പക്ഷെ എന്നാലും പാടും. എന്നാലും പാടും. എന്നാ മനോജ് ചേട്ടാ, ഞങ്ങൾക്ക് ഒരു ഇച്ചിരി മടിയേ ഉള്ളൂ. പിന്നെ മത്സരത്തിനൊക്കെ വരുമ്പോ ഞങ്ങളൊന്ന് പാടും. ഞങ്ങളുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവൻ വളരെ ഭംഗിയായിട്ട് പാടി ഈ പാട്ട്. താങ്ക് യു. മടി ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ ഒരു നന്നായിട്ട് പാടിയല്ലോ. വെരി ഗുഡ്. താങ്ക് യു. എനിക്കിലും മോൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, അതുവരെ ഇങ്ങനെ നിൽക്കണ്ടായിരുന്ന ആള് ടേക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആള് ഉഷാറായി, ചിരിച്ച് ഒരു മന്ദസ്മിതൊക്കെ തൂക്കി. ഞങ്ങൾക്ക് ആകെ തോന്നിയത് മോൻ്റെ ശബ്ദം ഇപ്പോഴും ആ ഒരു ട്രാൻസിഷൻ പീരീഡ് തന്നെയാണോ? അത് മൊത്തം നേരെ ആയിട്ടില്ല. അത് ശരി. അതുകൊണ്ടാണോ പിച്ച് കുറച്ചിട്ടുള്ളത്? പിച്ച് മാറ്റിയിട്ടൊന്നുമില്ല, കറക്റ്റ് പിച്ച് തന്നെ. ഭയങ്കര ലോ ആയിട്ട് തോന്നി, പക്ഷെ യു ക്യാൻ ഡു ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് ഓക്കെ. അപ്പം അങ്ങനത്തെ ആ ഒരു കാര്യമാണ് മെയിൻലി ഞാൻ നോട്ട് ചെയ്ത്. പിന്നെ സ്വരങ്ങളൊക്കെ ഒരുവിധം വെൽ മാനേജ്ഡ്. പിന്നെ ചില സ്ഥലങ്ങളൊക്കെ പിച്ചിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. കർണാട്ടിക് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. കുറേ നാളായോ? 1 വർഷത്തോളമായി ഇപ്പൊ. ഓക്കെ ഓക്കെ. അപ്പൊ സാറ് ഹെൽപ്പ് ചെയ്തോ ഇത്? ഓക്കെ. എന്തായാലും എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പിച്ചിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പല പിച്ചിൽ പാടി നോക്കുക. ഓക്കെ, ചിലപ്പോൾ ഒരു ഒക്ടേവ് ലോ ആണെങ്കിൽ തന്നെ കുറച്ചുകൂടെ കൂട്ടി നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കായിരുന്നു. ഓക്കെ. അപ്പോൾ ഏത് പാട്ടാണെങ്കിലും ഇപ്പം ഒരു വോയിസിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ആ ഒരു ട്രാൻസിഷൻ ടൈമാണല്ലോ. അപ്പം അതുകൊണ്ട് പല പിച്ചിൽ പാടി നോക്കി നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പിച്ചിൽ പാടണം കേട്ടോ. ഞാൻ വേറെ പിച്ചിലൊക്കെ പാടി നോക്കിയായിരുന്നു, പക്ഷെ എന്നാലും സ്വരം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ബാക്കിയൊന്നും കുഴപ്പമില്ല. ഓക്കെ 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 ഓക്കെ. എന്തായാലും യു ട്രൈഡ് യുവർ ബെസ്റ്റ്, വെൽ മാനേജ്ഡ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. പൊളിച്ചാ ഇവാൻ നന്നായി പാടി. താങ്ക് യു. എതിരാകാന്നത് തോന്നണേ? അറിയത്തില്ല. കർണാട്ടിക് മാഷ് പറഞ്ഞില്ലേ? ഇല്ല. ചോദിച്ചോ? ചോദിച്ചായിരുന്നു, പക്ഷെ മാഷിന് ചോദിച്ചു. ആ, മാഷ് പറയാൻ പറ്റിയില്ലേ? ഇല്ല. എൻ്റെ അറിവനുസരിച്ച് ശുദ്ധ ധന്യാസി എന്ന് പറഞ്ഞ രാഗമാണത് കർണാട്ടിക് മ്യൂസിക്കിലെ. അതിൻ്റെ സ്വരങ്ങളാണ് ആരോഹണാവരോഹണത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ മനോജ് സാറ് പറഞ്ഞ പോലെ പിച്ച് കുറച്ച് കൂടുമ്പോഴാണ് ഈ പാട്ടിന് കുറച്ചുകൂടി ലൈഫ്. മറ്റേതിങ്ങനെ തീരെ ശക്തിയില്ലാത്ത പോലെയായിരുന്നു. അതിപ്പോൾ ആര് വിചാരിച്ചു കഴിഞ്ഞാലും പിച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലാസിക്കല് കുറേ കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇവാൻ. ലൈറ്റ് മ്യൂസിക് പാടുന്ന പോലെയല്ല ക്ലാസിക്കൽ അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ പാടുന്ന പറഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ശ്രുതി മെയിൻ്റനൻസ് ആവശ്യമുണ്ട് അതിലേക്ക്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ശ്രുതി മെയിൻ്റനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പിടികിട്ടുണ്ട് എന്താണ്? ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന ശ്രുതി വെച്ച് തന്നെ കറക്റ്റായിട്ട് ആ ശ്രുതി അതിൻ്റെ അനുസ്വരങ്ങൾ കുറേ ഇങ്ങനെ കൂടുതൽ വരുമല്ലോ. അപ്പം അത് കൃത്യമായിട്ട് ലൈറ്റ് മ്യൂസിക് പാടുന്ന പോലെയല്ല, അത് കുറച്ചും കൂടി ചലഞ്ച് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഈശ്വര ജഗദീശ്വര എന്ന് പറഞ്ഞിട്ട് ജഗദീശ്വര വായ അടച്ചു. അടയ്ക്കാൻ പാടില്ല, വായ തുറന്നെ പിടിക്കണം. അപ്പോൾ ആ എന്നുള്ളത് ആയി പോയില്ലേ, നെയ്സൽ വരില്ലേ? ശ്രദ്ധിച്ചിരുന്നു അത്? എന്താ പിന്നെ അങ്ങനെ ചെയ്യാൻ കാരണം? അത് അത്രയും നേരം അങ്ങനെ ശ്വാസം പിടിച്ചു വെക്കുന്നതിന്റെ പ്രശ്നം അല്ല, ശ്വാസം പിടിച്ച് ഏതായാലും നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് വായ അടയ്ക്കരുത്. വായ അടയ്ക്കുമ്പോൾ അതിൻ്റെ സിലബിൾ അല്ലെങ്കിൽ എന്താ പറയുക വൊവൽസിൻ്റെ മാറ്റം വരാണ്. ജഗദീശ്വര എന്ന് കഴിഞ്ഞപ്പോൾ മാറിയില്ലേ, എൻ്റെ ഭംഗി മുഴുവൻ നഷ്ടപ്പെടുകയാണ്.
അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. പിന്നെ ഒരുവിധം നന്നായി വന്നു, ഒന്നും കൂടി ഒന്ന് പരിശ്രമിച്ചിരുന്നെങ്കിൽ കുറേ കൂടി നന്നാക്കാമായിരുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ ഇവാന്? ചെറുതായിട്ട്. ഓക്കെ, നല്ല ആശംസകൾ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫാദർ. സിസ്ലി, ഇവാൻ, എന്തോ ഇവാൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ പോസിറ്റീവ്സ് പറയട്ടെ. നല്ല അറ്റയർ, ഈ ഒരു റൗണ്ടിന് പറ്റിയൊരു അറ്റയർ, അതിന് പ്രിപ്പയർ ആയി മോൻ വന്നു. ആൻഡ് മോൻ്റെ ഈ ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം, പിന്നെ ഈ 1 വർഷം ആയുള്ളൂ ക്ലാസിക്കൽ പഠിച്ചിട്ട്, അപ്പം നമുക്കൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ മോൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഉള്ളിൽ പേടിയുണ്ടാവും, പേടിയുണ്ടാവും, ഉണ്ട്. പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റിയില്ല. അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ അത് അറിയിക്കാതെ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവൻ. എനിക്ക് പറയാനുള്ള മോനോട് ഒരേ ഒരു സജഷനേ ഉള്ളൂ. മോൻ്റെ ഫാദർ ഇവിടെ വന്നിപ്പുണ്ട്, ഫാമിലി ഉണ്ട് അല്ലേ, അവർ എടുക്കുന്നൊരു എഫേർട്ട് അതൊരു ഭയങ്കര കാര്യമാണ് കേട്ടോ. ഇത് മോൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് വെറും ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, വളരെ എത്രയോ ആൾക്കാരുണ്ട് മോൻ്റെ ക്ലാസ്സിൽ, അല്ലെങ്കിൽ മോൻ അറിയുന്ന എത്രയോ കുട്ടികൾ പാടാൻ അറിയുന്നവരുണ്ട്. അപ്പം അവർക്കൊന്നും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് മോന് കിട്ടിയിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ മോൻ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ശബ്ദം ശരിയല്ല, എനിക്ക് ക്ലാസിക്കൽ അത്രയും പഠിച്ചായിട്ടില്ല, അപ്പം ഞാൻ ഇത്രയൊക്കെ പാടിയാൽ മതിയാ. അങ്ങനെയല്ല, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ പോട്ടെ എന്നൊക്കെ വെക്കാം. പക്ഷെ അതല്ല, മോൻ്റെ കേപ്പബിലിറ്റീസിൽ മോന് ഏറ്റവും ബെസ്റ്റ് ആണോ കൊടുത്തത്, ഇതാ ഞങ്ങൾ നോക്കുന്നത്. അല്ലാതെ റെക്കോർഡ് പോലെ തന്നെ മോൻ പെർഫെക്ഷനിൽ പാടിയോ എന്നല്ല ഞങ്ങൾ നോക്കുന്നത്. മോൻ്റെ ഈ കേപ്പബിലിറ്റി ഞങ്ങൾക്ക് അറിയാം. മോൻ്റെ ത്രോട്ടിന് ഈ പറഞ്ഞ പോലെ വോയിസിൻ്റെ ചേഞ്ചിങ് ഉണ്ട്, പക്ഷെ മോന് അത്രയും ക്ലാസിക്കൽ പഠിച്ചായിട്ടില്ല. ആ ഇതിൽ വെച്ചുകൊണ്ട് മോൻ 100% കൊടുത്തോ എന്നേ ഞങ്ങൾ നോക്കുള്ളൂ. അപ്പം അത് ഇച്ചിരി കൂടി ആവാനുണ്ട് ഇവൻ, കുറച്ചും കൂടി എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. പറഞ്ഞ പോലെ കുറച്ചും കൂടി പ്രാക്ടീസ്. ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇനി രണ്ടാമത് നമുക്ക് കിട്ടണം എന്നില്ല. അതിൽ 100% മോൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, പ്രാക്ടീസിൻ്റെ കുറച്ച് കുറവ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ, അത് മോൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാഹിദേ എന്നല്ലേ തുടങ്ങേണ്ടത്, അല്ല മാഹിദേ മാഹിദേ എന്ന് മോളിയിട്ടാ മഹിദേ പറയണേ. അങ്ങനെയല്ല, തുടങ്ങുമ്പോൾ തന്നെ മാഹിദേ അങ്ങനെ തുടങ്ങാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ശ്രുതി പിടിച്ചിട്ടല്ലേ കേട്ടോ, അത് നോട്ടീസ് ചെയ്തായിരുന്നോ? അതുപോലെ ജഗദീശ്വരാം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അത് എല്ലായിടത്തും ഒരു വാ അടയ്ക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് വാ തുറന്ന് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടുക. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ 100% കൊടുക്കുക. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരാൻ പാടില്ല. എല്ലാം നല്ല വൃത്തിയായിട്ട് മോന് പറ്റുന്ന പോലെ പാടണം കേട്ടോ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം ഇതിനൊക്കെ ദൈവത്തിന് നന്ദി പറയാം, ഇങ്ങനെ ഒരു വേദി കിട്ടിയതിനൊക്കെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു മോനെ. താങ്ക് യു. താങ്ക് യു. ഇവൻ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഗസ്റ്റ് ഉണ്ട്, ഫാദർ കുര്യാക്കോസ്. അദ്ദേഹത്തിന്റെ അടുത്ത് കൂടി ചോദിക്കട്ടെ. അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇവാൻ, എന്തോ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ല പെർഫോമൻസ് ആയിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ, സെയിൻറ്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ, വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. പാടുന്നവൻ 2 മടങ്ങ് പ്രാർത്ഥിക്കുന്നു. അപ്പം അതിൽ കുറച്ചും കൂടെ മാറ്റം വരുത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പാടുന്നവൻ മറ്റുള്ളവരെ 2 മടങ്ങ് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇവാൻ്റെ ഈ ഒരു പാട്ട് അത് നമ്മളെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നതാണ്, ആത്മീയതയിലേക്ക് നയിക്കുന്ന ഒരു പാട്ടായിരുന്നു. അത് ഞാനത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കൊന്ന് കണ്ണടച്ച് ലയിച്ചിരുന്ന് കേൾക്കാനായിട്ട് പറ്റി. എനിക്ക് തോന്നുന്നു ഈ പാട്ടിൻ്റെ വലിയൊരു വിജയം എന്ന് പറയുന്നത് ഓർക്കസ്ട്രയുടെ കൂടിയാണ്. ഓർക്കസ്ട്രയുടെ വലിയൊരു സപ്പോർട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവരും കൂടെ ഇഴുകി ചേർന്ന് നിന്ന് മോനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ മ്യൂസിക്, മോൻ്റെ ആലാപനം രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അത് പ്രാർത്ഥനയിലേക്ക് നയിക്കുന്ന ഒന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഫ്യൂച്ചറിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ഫാദർ. ഇവൻ, ഇനി നമുക്ക് മാർക്ക് നോക്കാം അല്ലേ? പൊളിച്ച ഇവാന് 8 മാർക്ക്. താങ്ക് യു. മനോജേട്ടാ 8 മാർക്സ്. താങ്ക് യു. സിസ്ലി അടുത്ത പ്രാവശ്യം 100% ഇടുവോ? പ്രോമിസ് ചെയ്യേ. പ്രോമിസ്. ശരി, എന്നാൽ 8 മാർക്സ്. താങ്ക് യു. അപ്പം ഇവാന് നേരത്തെ പാട്ടിന് ലഭിച്ചിരുന്നത് നേരത്തെ 24 മാർക്സ് തന്നെയായിരുന്നു 30-ല്. അതേ മാർക്ക് തന്നെയാണ് ഈ പ്രാവശ്യവും. സർ ഹാപ്പിയാണോ? ഇവാൻ സന്തോഷാണോ? പോരല്ലോ, ആദ്യത്തെ പാട്ടിനും 24 ആയിരുന്നു. അപ്പൊ അതിനെക്കാട്ടിലും കുറച്ചൊരു 1/2 മാർക്കെങ്കിലും കൂടുതൽ വാങ്ങണ്ടായിരുന്നു. ഓരോ പാട്ടിലും ബെറ്റർ ആയിട്ട് വരണ്ടേ മാർക്ക്?
അപ്പോ അടുത്ത പ്രാവശ്യം വരുമ്പം ഇതിനെക്കാട്ടിലും മാർക്ക് എന്തായാലും കൂടുതൽ വാങ്ങിക്കണം കേട്ടോ. ശരി, പോയിട്ട് വരൂ, കാണാം. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ കണ്ടസ്റ്റന്റ് നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സാനിയ. ഹായ് സാനിയ. ഹലോ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖം. ഓക്കെ മോളെ, ഇന്നത്തെ മോളിപ്പോ പെർഫോം ചെയ്യാൻ പോകുന്നത് ലെൻറ്റൻ കാറ്റഗറിയിലുള്ള ഒരു പാട്ടാണ് അല്ലേ? രണ്ടാമത്തെ റൗണ്ടിൽ മോൾ ഓൾറെഡി വന്നും കഴിഞ്ഞതാണ്. ഇപ്പോ ഈ ഒരു പാട്ടെന്ന് പറയുമ്പോൾ മോളുടെ ഈ ഒരു റൗണ്ടിലെ മൂന്നാമത്തെ പാട്ടല്ലേ? അപ്പോ മോൾക്ക് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രാക്ടീസിൽ മോള് വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? എനിക്ക് കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. അപ്പം ഞാൻ അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ പ്രാക്ടീസ് കുറച്ചുകൂടെ കൂട്ടി. ഓക്കെ, ഇന്ന് ആരാ കൂടെ വന്നിരിക്കുന്നത്? മമ്മി വന്നിട്ടുണ്ട്, ചേച്ചിയും വന്നിട്ടുണ്ട്. ആഹാ, ഓക്കെ. അപ്പൊ എല്ലാരെയും കൂട്ടിയാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. പാട്ട് ഏതാ പാടാൻ പോകുന്നത്? മുൾമുടി തുമ്പിലെ നോവ് പോലെ. ഇതാരാ സെലക്ട് ചെയ്ത്? മമ്മിയും പിന്നെ എൻ്റെ കൂടെ കൊയറിൽ പാടുന്ന ഒരു ചേട്ടായുണ്ട്, ടിൻസ് എന്ന പേര്. ആ ചേട്ടായും കൂടെ സെലക്ട് ചെയ്താണ്. ഒരുപാട് പാട്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിരുന്നോ? അതിൽ നിന്നും ചൂസ് ചെയ്തതാണോ ഇത്? ആദ്യം ഒരെണ്ണം സെലക്ട് ചെയ്തു, പിന്നെ എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു, കിട്ടിയില്ല. അപ്പൊ പിന്നെ മാറ്റി അടുത്തൊരു പാട്ടിലേക്ക് എടുത്തു. അതാണോ ഈ പാട്ട്? അതെ. ഓക്കെ, അപ്പൊ ഇത് മോള് പഠിച്ചപ്പോഴും പാടിയപ്പോഴും സാനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയി അല്ലേ? അപ്പൊ അങ്ങനെ പാടുന്ന വ്യക്തിയല്ലേ ആദ്യം ആ ഒരു പാട്ട് പാടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ടതല്ലേ? അപ്പൊ അങ്ങനെ സാനിയ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ടും എടുത്താണ് ഇന്നിവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം, പാട്ടിന് ശേഷം കാണാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ക്ഷമിക്കുവാനായി മനസ്സിനിക്കേ ഗണിനാഥാ, മനസ്സിനിക്കേ ഗണിനാഥാ. മുൾമുടി തുമ്പിലെ നോവു പോലെ
സുഖമേറെ ഉള്ളിലുണ്ടെന്നാലും തിരുമുഖം നോക്കി ക്ഷമിക്കുവാനായി മനസ്സിനിക്കേ ഗണീനാഥ, മനസ്സിനിക്കേ ഗണീനാഥ. മുൾമുടിത്തുമ്പിലെ നോവു പോലെ സനിക്കുട്ടി, എന്തോ പാടി കഴിഞ്ഞിട്ട് എന്താ ഒരു സന്തോഷം വരാത്തെ? നന്നായി പാടിയില്ലേ? കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് പാടിയോ മോള്? കുഴപ്പമില്ലായിരുന്നു. അത് സിസ്റ്റർ മൂത്താളാണോ ഇളയാളാണോ? മൂത്തതാ. മൂത്ത ചേച്ചി. ചേച്ചി പാടുവോ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ അനിത്യയുടെ പാട്ട്? നിങ്ങൾ ഒരുമിച്ച് പള്ളിയിലൊക്കെ പാടാറുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോ സിസ്ലി, എങ്ങനെ ഉണ്ടായിരുന്നു സാനിയുടെ പാട്ട്? സാനിയ, എന്തോ എന്ത് പറ്റി? എന്ത് ബ്യൂട്ടിഫുൾ വോയിസ് ആണ് മോളുടെ. താങ്ക് യു മാം. അതാ ഈ സാനിയെന്നാണോ ഈ ശബ്ദം പുറത്തേക്ക് വരുന്നതെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മോള് നിൽക്കുന്ന പോലെ. ഒരു 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 ഇൻട്രോവേർട്ട് പോലെ ഞങ്ങൾക്ക് തോന്നുമെങ്കിലും പാട്ട് ശബ്ദം വരുമ്പോൾ അത് വേറൊരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു മോള് പാടിയത് കേട്ടോ. പക്ഷെ എന്തോ ഒരു എന്താ ശ്വാസത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് യാത്ര ചെയ്തോണ്ട്. ആ, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. മോൾക്ക് അതൊരു ഇതായിട്ട് നിൽക്കുന്നുണ്ടോ? പാടുമ്പോ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ. ശ്വാസം മുട്ടുന്ന പോലെയാണോ? ഓക്കെ. പക്ഷെ അതൊന്നും പാട്ടിൽ റിഫ്ലക്ട് ചെയ്തില്ല കേട്ടോ. എനിക്ക് ആകെ തോന്നിയത് മോളോട് ഒരു സജഷൻ പോലെ പറയാനുള്ളത്, മോള് കുറച്ചും കൂടി ആ പാട്ടിലൊന്ന് ഇറങ്ങാനുണ്ടെന്ന് പോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇതിന്റെ ലിറിക്സ് ഒക്കെ ശ്രദ്ധിച്ചായിരുന്നോ? ലിറിക്സിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഇത് ഇമോഷണൽ ഒരു റൗണ്ടാണ്. ലെൻറ്റൻ എന്ന് പറയുന്നത് തന്നെ ഇമോഷൻ, ഫീല്, പാഷൻ ഓഫ് ദ ലോർഡ്, അതാണ് നമുക്ക് ഹൈലൈറ്റ് എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാട്ടിലും. അപ്പോൾ നമുക്ക് ആ ഇമോഷൻ കൺവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ മോൾ ആദ്യം ആ പാട്ടിലേക്ക് അങ്ങ് ഫുള്ളി ഇമേഴ്സ്ഡ് ആവണം. അപ്പം അതിന് ആ ലിറിക്സ് ഒക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്ത് മോൾ ഇതിന് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് വേണം പാടാനായിട്ട് വരാൻ. അപ്പോൾ ഉൾക്കൊണ്ട്, കാരണം മോളുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഈശോ ഇങ്ങനെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ കണക്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മോളുടെ ശബ്ദത്തിലൂടെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ മോൾ അത് കൺവേ ചെയ്യണം, എന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ. ബാക്കി എല്ലാം ഓക്കെയാണ്, ഓർക്കസ്ട്ര ഓക്കെയാണ്, പുറയിൽ വിഷ്വലുണ്ട്, ഹോൾ വേദി അതിന് സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. അപ്പം മോളുടെ ഒരു എഫേർട്ട് അതിന് ആവശ്യം. അത് ഫേക്ക് ആയിട്ട് വരാൻ പറ്റില്ല. അത് മോള് തന്നെ അത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്താൽ അത് കിട്ടും, അത് വരും കേട്ടോ. അത് മാത്രമാണ് എനിക്കിവിടെ ലാക്കിംഗ് ആയിട്ട് തോന്നിയത്. ബാക്കി തിരുമുഖം അത് പറയുന്നത് മുഖം നായിപ്പോയിട്ടുണ്ട്. മോൾക്ക് നല്ല ബ്രെത്ത് ഉണ്ട്, നല്ല കൺട്രോൾ ഓവർ ദ സോങ് ഉണ്ട്, കൺട്രോൾ ഓവർ യുവർ വോയിസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊന്ന് ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആയിട്ട്, അഫ്കോഴ്സ് നമുക്ക് ഫീല് വേണം, പക്ഷെ അതിനേക്കാൾ ഇച്ചിരിയും കൂടി ഒന്ന് ബ്രൈറ്റ് ആയിട്ട് പാടുവാണെങ്കിൽ ഇതെല്ലാം നമുക്കിലേക്ക് പെട്ടെന്ന് കിട്ടും, നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് അത് കിട്ടും. അപ്പം അത് മാത്രമേ എനിക്കൊരു സജഷൻ ആയിട്ടുള്ളൂ. അതർവൈസ് യു സാങ് ബ്യൂട്ടിഫുള്ളി, വെരി ഗുഡ് വോയിസ്. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു മാം. താങ്ക് യു. മനോജ് ചേട്ടാ. സാനിയ, എന്തോ സാനിയ മോളി പാട്ട് വളരെ ഗംഭീരമായിട്ട് പാടിയല്ലോ. താങ്ക് യു സർ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇത് ആര് സെലക്ട് ചെയ്ത പാട്ട്? ഇത് എനിക്ക് കുറച്ച് സെലക്ട് ചെയ്യാൻ എനിക്ക് അങ്ങനെ അറിയത്തില്ല. അപ്പം മമ്മിയും പിന്നെ എൻ്റെ കൂടെ ക്വയറിൽ പാടുന്ന ഒരു ചേട്ടായി ഉണ്ട്, ടിൻസ് എന്ന് പറഞ്ഞ്, ആ ചേട്ടായും കൂടെ ആയിട്ട് സെലക്ട് ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല സെലക്ഷൻ, ബ്യൂട്ടിഫുൾ സെലക്ഷൻ ഓഫ് സോങ്. ഓക്കെ, മോളുടെ പാട്ട് വളരെ നന്നായിട്ട് പാടി. മോൾക്ക് നല്ല വോയിസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ വോയിസ് യു ഹാവ്. അത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. പിന്നെ ഒരു ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ആ ഒരു അനുപല്ലവിയൊക്കെ തുടങ്ങുമ്പോൾ ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര രസമായിട്ടുള്ളൊരു വോയിസാണ്, ഭയങ്കര സ്ട്രെങ്ത് ഉള്ള പവർഫുൾ വോയിസ്. ഓക്കെ, മോള് വളരെ ഭംഗിയായിട്ട് പാടി, വേണ്ട ഫീലൊക്കെ നന്നായിട്ട് കൊടുത്തിരുന്നു. പിന്നെ എനിക്ക് ആകെ ഒരു കാര്യം മോളോട് പറയാനുള്ളത്, മോളുടെ ഒരു ബോഡി ലാംഗ്വേജ് അത് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെ നിന്നിട്ടാണ് ഈ പാടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ഈ പാട്ട് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിന്ന് പാടാൻ പറ്റണേ കാരണം അതിരി ബുദ്ധിമുട്ടാണ്. കാരണം പാട്ടിൻ്റെ ആ ഒരു പോക്കനുസരിച്ച് നമ്മുടെ ബോഡിക്ക് മൂവ്മെൻറ്റ് കൊടുക്കാം. അതാണ് സിസിലി മാം പറഞ്ഞ ഒരു ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ ഈ ബോഡി മൂവ്മെൻ്റ് ഒക്കെ തന്നെ വരും.
കേട്ടോ. അപ്പോൾ ആ ഒരു ഇങ്ങനെ സ്റ്റിഫായിട്ട് നിന്ന് പാടുമ്പോൾ ആ ഒരു സ്റ്റിഫ്നെസ് കുറച്ച് പാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറേകൂടെ ഫ്രീ ആയിട്ട് പാടാം കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് കുറച്ച് മൂവ് ഒക്കെ ചെയ്ത് തലൊക്കെ അങ്ങനെയൊക്കെ ഒരു ആ ഒരു മനസ്സിലായില്ല ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാം. കുറേ കൂടെ ഇൻവോൾവ് ചെയ്ത് എന്താ പറയുക, മാം പറഞ്ഞ പോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്ത് പാടുമ്പോൾ ഇതൊക്കെ തന്നെ വരും. അപ്പം തന്നെ കുറേ കൂടെ പാട്ട് ഫ്രീ ആവും. മനസ്സിലായോ? കാരണം ഇപ്പം ഇത് പാട്ട് ഇങ്ങനെ സ്റ്റിഫായിട്ട് ചില സ്ഥലങ്ങളിൽ നിൽക്കുകയാണ്. അപ്പം ഈ 2 കാര്യങ്ങൾ മാത്രമേ സജഷനായിട്ട് പറയാനുള്ളൂ. അതർവൈസ് യു സൈങ് റിയലി വെൽ, ബ്യൂട്ടിഫുൾ വോയിസ്, അമേസിങ് സിംഗിങ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു. പോളിച്ച. സാനിയ എക്സലന്റ് സിംഗിങ് ആയിരുന്നു. താങ്ക് യു അച്ഛാ. കൺഗ്രാജുലേഷൻസ്. ബ്രീത്തിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ പ്രാണായാമ എന്ന് പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ശ്വാസ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ നന്നായി മാറി കിട്ടും. ഡെയിലി 10 മിനിറ്റോ 15 മിനിറ്റോ അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പ്രൊഫഷണൽ സിംഗിങ്ങിൻ്റെ വലിയൊരു സപ്പോർട്ടാണത്. ശരിക്കും ബ്രത്താണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം, പ്രത്യേകിച്ച് ശബ്ദത്തിന്. അപ്പോൾ അത് കുറച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയാൽ നല്ലതാണ് കേട്ടോ. നല്ല നല്ല സെലക്ഷനാണ്, നല്ല പാട്ടാണ്. മോളുടെ നല്ല ഇവിടെ ഇവരൊക്കെ പറഞ്ഞ പോലെ നല്ല സ്വീറ്റ് പ്രൊഫഷണൽ വോയിസാണ്. അതിലെനിക്ക് തോന്നിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ വോയിസിൽ ഒപ്റ്റിമൽ റെസണൻസ് എന്ന് പറയും. നമ്മൾ എടുക്കുന്ന ശബ്ദത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ളൊരു മുഴക്കം ക്രിയേറ്റ് ചെയ്യുക. അതെല്ലാ വോയിസിലും ഉണ്ടാവില്ല സാധാരണ. ഇനി ചിലർക്കൊക്കെ അത് ഭയങ്കര ശരീരമൊക്കെ വളരെയധികം ബലം പ്രയോഗിച്ചിട്ട് വേണം ചിലർക്കൊക്കെ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ. പക്ഷെ സാനിയ വളരെ കൂളായിട്ട് നിന്ന് വളരെ ഈസി വോയിസ് പ്രൊഡക്ഷനാണ്. അത് വലിയൊരു അനുഗ്രഹമാണ് ശരിക്കും. ഒപ്റ്റിമൽ റെസണൻസ് എന്ന് പറയുന്നത് മനസ്സിലാവണ്ടേ? ഞാൻ പറയുന്നത് പാട്ടിൻ്റെ മുഴക്കം, അത് കറക്റ്റ് മസിൽ യൂസേജ് എന്ന് പറയും. നമ്മുടെ വോക്കൽ മസിൽസിന് ഒരു സ്ട്രക്ചർ ഉണ്ട് ഇവിടെ, ഘടന. അത് കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒപ്റ്റിമൽ റെസണൻസ് വോയിസിൽ വരിക. അപ്പോൾ നല്ല ഗെയിൻ ഉണ്ടായിരിക്കും വോയിസിന്. അപ്പോൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഗെയിനോടുകൂടിയാണ് മോളുടെ ശബ്ദം ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. നല്ല പവർഫുൾ വോയിസ്. പിന്നെ ഈ പറഞ്ഞ മാതിരി കുറച്ചും കൂടിയൊക്കെ ഈ മുഖം ഉച്ചാരണത്തിൽ മുഖം, ഇവിടെ സിസിലി മാം പറഞ്ഞു മുഖം, അത് ശരിക്കും ഉച്ചരിക്കണം. മുഖം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കണം. ശരിക്കും അത് നമ്മുടെ ഹോംവർക്കിൽ പെടുത്തി ആ ഖരം അധിഖരൊക്കെ എങ്ങനെയാണ്, ഘോഷം എങ്ങനെയാണ് ഉച്ചരിക്കുക, നമ്മൾ പ്രാക്ടീസ് എടുക്കണം. ആ പ്രാക്ടീസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാടാൻ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചാൽ തന്നെയും നമ്മുടെ ബോഡി നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. അതിൽ മനസ്സിലായോ? ടെൻഷൻ കുറച്ചുണ്ടായിരുന്നു അല്ലേ? ആ, അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ തീരെ ശക്തി കിട്ടാണ്ട് പോയി. അത് ആ ടെൻഷൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നി എനിക്ക്. ഇവിടെ പറഞ്ഞില്ലേ ലാസ്റ്റ് തുടക്കത്തെയും അവസാനത്തെയും തൊട്ട് നമ്മൾ സസ്റ്റെയിൻ ചെയ്യണം, നീട്ടി പിടിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല ടെൻഷനുള്ള ഒരാളാണിത് പാടണമെന്നുള്ളത്. പാട്ട് വളരെ പവർഫുൾ ഇഫക്റ്റീവായിട്ട് വന്നിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. നല്ല സാധ്യതയുണ്ട് മോൾക്ക്, നല്ല സാധ്യതയുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കുര്യാക്കോസച്ചാ എങ്ങനെയുണ്ടായിരുന്നു? സാനിയ എന്തോ വളരെ നല്ല വോയിസ് ആണ്. താങ്ക് യു അച്ഛാ. എനിക്ക് വളരെയധികമായിട്ട് ഇഷ്ടപ്പെട്ടു മോളുടെ പാട്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി സംഗീതത്തെ സ്നേഹിച്ചിരുന്ന ഒരു വിശുദ്ധനാണ്. അപ്പോൾ ആ വിശുദ്ധൻ പറയുന്നൊരു കാര്യമുണ്ട്, ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുമ്പോൾ അത് സംഗീതമായി ഒഴുകുന്നു എന്ന്. അപ്പോൾ മോളുടെ പാട്ട് കേട്ടപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. മോൾക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പാടിയ പാട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഫീലോട് കൂടിയാണ് പാടിയത്. അപ്പോൾ മോളുടെ ആ പാട്ട് കേൾക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഈശോയുടെ തിരുമുഖം, മുള്ളുമടിയണിഞ്ഞ ഈശോ, ആ ഒരു ഇമേജസ് ഒക്കെ നമ്മുടെ മനസ്സിലൂടെയും ഒരു ധ്യാനാത്മകമായിട്ട് കടന്നു പോകുന്നത് പോലെ തോന്നി. നന്നായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അത് കേൾക്കുന്നവർക്കും ആ ഫീൽ കൊടുക്കുന്നുണ്ട്. മോൾക്ക് ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അച്ഛാ. താങ്ക് യു. അപ്പോ സാനിയക്കുട്ടി, ഇനി നമ്മൾ മോളുടെ 2ാമത്തെ റൗണ്ടിലെ ലാസ്റ്റ് പാട്ടായിരുന്നു. അതിന്റെ മാർക്കിലേക്ക് നമ്മൾ പോകുന്നു. റെഡി? റെഡി. പോളിച്ച. സാനിക്ക് 8.5. താങ്ക് യു അച്ഛാ.
മനോജ് ചേട്ടാ? സാനിയയ്ക്ക് നല്ല മാർക്ക് എൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ ആയിട്ട് ഈ പറഞ്ഞ എഫേർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ യു വിൽ റീച്ച് ദെയർ. അതിൻ്റെ ഒരു എഡ്ജിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് 8.5. താങ്ക് യു സർ. സിസ്ലി? സാനിയ, എന്തോ കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഹിഡൻ ആണ് സാനിയ, ഞങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പേടിയോ എന്തൊക്കെയോ കാരണങ്ങൾ കാരണം ഞങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു. അടുത്ത റൗണ്ടുകളിൽ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഈ റൗണ്ടിൽ 8.5. താങ്ക് യു മാം. അപ്പോൾ സാനിയ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് 25.5 മാർക്സ് ആണ്. ഹാപ്പിയാണോ? ഹാപ്പി. ഒരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ, ഒന്ന് റിലാക്സ്ഡ് ആവൂ. സന്തോഷായോ ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ? ആണോ? അപ്പൊ ശരി മോളെ, ഇനി നമുക്ക് അടുത്ത റൗണ്ടിൽ നമ്മൾ കാണും അല്ലേ? ശരി, പോയിട്ട് വരും. Voice of Goodness Season 3. അങ്ങനെ വാശിയേറിയ ഈ മത്സരത്തിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ തിരശ്ശീല വീണിരിക്കുകയാണ്. വീണ്ടും നമ്മൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണും. അപ്പൊ ബൈ. അൽഫോൻസാമേ സ്വർഗീയ സുമമേ വിശുദ്ധിതൻ പുൻതാരമേ. നല്ല ഭാവിയുള്ള ഒരു മകളാണ്. വീട്ടിൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ? നന്നായിട്ട്. പുണ്യഗേഹത്തിൻ പടികൾ ഞാൻ കയറുമ്പോൾ ഒരു വീടും നാമം നിൻ മധുരനാമം. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു ഈ പാട്ടില്. നല്ലൊരു ഇമോഷൻ, നന്നായിട്ട് റേഞ്ച് കുറവാണെങ്കിലും പാട്ടിന് ഒരു ഇമ്പാക്റ്റ് പാട്ടിലുണ്ടായിരുന്നു. സോങ് കേട്ടോ. താങ്ക് യു. ഈ സോങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ബാക്കിംഗ് വളരെ കുറവാണ്. മറ്റേ നമുക്ക് ഓർക്കസ്ട്ര ഇങ്ങനെ വളരെ ലൗഡായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സപ്പോർട്ടീവാണ്, ശ്രുതിയൊന്നും തെറ്റാതെ. അങ്ങനെ ഇത് മോളുടെ ശബ്ദം ഇങ്ങനെ എടുത്ത്